ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ബ്ലമ്മിൻ്റെ TG ഡേറ്റ് എപ്പോഴാണ്, നമുക്ക് എപ്പോഴാണ് പൈസ ആക്കാൻ പറ്റുക. ഒരുപാട് ആൾക്കാർ ചോദിച്ച രീതി തന്നെയാണ്, എപ്പോഴാണ് TG. അതിന് അവർ തന്നെ ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ ഒക്കെ തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും മാജിക് നോട്ടിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെയുള്ള പുതിയ പുതിയ പ്രൊജക്റ്റുകൾ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആകുമ്പോൾ നമുക്ക് സഹാറ എന്ന് വേണ്ടിയുള്ള ടെസ്റ്റ് നെറ്റ് ഇന്ന് ലിസ്റ്റ് ആവുന്നുണ്ട്. അതിന് എത്രത്തോളം ഡ്രോപ്പ് കിട്ടും നമുക്ക് തോന്നാം. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റി നമ്മൾ ചെറുതായിട്ട് ചതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ വരും. നമ്മൾ 100 എണ്ണം ചെയ്യുമ്പോൾ ഏതെങ്കിലും 10 പ്രൊജക്റ്റ് നമുക്ക് എന്താണ് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് തരും. അതാണ് ക്രിപ്റ്റോ എയർ ഡ്രോപ്പ്. അതേപോലെ തന്നെ കൈറ്റോ ആപ്പേഴ്സ് എങ്ങനെ ആവാം എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ വീഡിയോ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഒരു പൈസയും കൊടുക്കാതെ തന്നെ ഒരു ട്വിറ്റർ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് വളരെയധികം കാശ് സമ്പാദിക്കാൻ പറ്റുന്ന, ഇവൻ ലെക്ക് വഴി കാശ് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൈറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി നിങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലമ്മിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് 10 ബ്ലം പോയിന്റ്സ് മാത്രം ഉള്ളത് എന്നുള്ളൊരു കാര്യം. ഇത് ഓൺ ചെയിൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, ഓഫ് ചെയിൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറേ അപ്ഡേറ്റുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഇനി ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സാധാരണ ടെസ്റ്റ് നെറ്റ് നിന്നാണ് നല്ലൊരു എയർ ഡ്രോപ്പ് ഒക്കെ കിട്ടുക എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ ഇപ്പോൾ ടെസ്റ്റ് നെറ്റ് വരെ നമുക്ക് എന്താണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതേപോലെ തന്നെ ടെലിഗ്രാമിലേക്ക് വരുമ്പോൾ ഒരുപാട് യൂസേഴ്സാണ്. അപ്പോൾ ഇതിന്നൊക്കെ $2-3 കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ഒരു $5 ബ്ലമ്മെന്ന് കിട്ടിയാൽ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. എങ്ങനെയെങ്കിലും ഇവർ തന്നല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു ബ്ലം എന്ന് പറഞ്ഞിട്ട് ഓഫ് ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ CEX എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ബിറ്റ്ഗെറ്റിൽ ലിസ്റ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ മെക്സിയിലും ലിസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ TG ഡേറ്റ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഈ ഒരു നാളെ അല്ലെങ്കിൽ ഈ ഒരു മാസം നാളെ 27-ാം തീയതിയാണ് ഇതിൻ്റെ TG ഡേറ്റ് അവർ പറഞ്ഞിട്ടുള്ളത്. 10 AM UTC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ത്യൻ ടൈമിൽ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഞാൻ എന്തായാലും ലൈവ് വരാം. ഇതിൻ്റെ വാല്യൂ ഒക്കെ കാണാം, നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം. അപ്പോൾ ഞാൻ ഇവൻ്റെ TG ഡേറ്റിൻ്റെ ഇവർ അനൗൺസ്മെൻറ്റ് ചെയ്ത രീതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് തരാം, ഇതിൻ്റെ കുറച്ച് ഈ ഒരു 10 ബ്ലം എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരേപോലെ കിട്ടിയത് എന്നുള്ളൊരു കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഓഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. ഞാൻ എന്തായാലും ഇത്തിരി മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓർഡർ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇത് കേട്ടോ. ഞാൻ ഈ ഓഡിയോ കേട്ടപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്കത് വിചാരിച്ചിരിക്കും. എപ്പോഴാണ് TG അവൻ്റെ കമ്പനിയിൽ പോയിട്ട് നിങ്ങൾ എപ്പോൾ ഇറക്കാൻ പോകണം ശല്യം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ലാസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ജൂൺ 27-ാം തീയതി ലിസ്റ്റ് ആവും എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഇവൻ്റെ ബ്ലം ബോട്ടിൽ തന്നെ അല്ലെങ്കിൽ ഇവൻ്റെ ഒരു ട്രേഡിംഗ് ആപ്പിൽ തന്നെ ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് 10 ബ്ലം പോയിന്റ്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു 10 ബ്ലം പോയിന്റ്സ് കിട്ടിയത് അല്ലെങ്കിൽ എന്താണ് ഒരു ഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ആയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്, ഞാൻ അതും കൂടി നിങ്ങൾക്ക് എന്ത് തരാം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു 10 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അവർ ചോദിച്ചിട്ടുള്ളത് ഐ ചെക്ക്ഡ് ഇൻ 300 days ഓൺലി ഗോട്ട് 30 ബ്ലം, വൈ ദാറ്റ്സ് നോട്ട് ഫെയർ എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. അപ്പം ഞാൻ 300 ദിവസവും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഡെയിലി സ്ട്രീക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് വല്ലത് കിട്ടിയോ, എനിക്ക് ആകെ 30 ബ്ലം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ ടോട്ടൽ വാലിഡ് ക്വസ്റ്റ്യൻ. അതൊരു നല്ല പ്രശസ്തിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഹിയർ ഈസ് ദ കണ്ടസ്റ്റ്. പക്ഷേ അതിനൊരു കാര്യമുണ്ട്, ഓവർ 1.1 മില്യൺ യൂസേഴ്സ് ക്വാളിഫൈഡ് ഫോർ ദ റൗണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്വാളിഫൈ ആയിട്ടുള്ളത് 1.3 മില്യൺ യൂസേഴ്സാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ് ഡിഡ് എക്സാക്ട് സെയിം ചെക്ക്. അപ്പോൾ ഇതിൽ 100-ലധികം ഇല്ലെങ്കിൽ 1000-ലധികം ആൾക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡെയിലി ചെക്കിൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആൾ എലിജിബിൾ യൂസേഴ്സ് വെർ പ്ലാൻഡ് ഇൻ ടു 8 ടയർ. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവൽ 1 to level 8 എല്ലാവരും ലെവൽ 8 എന്ത് ചെയ്തിട്ടുണ്ട്, താണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലം പോയിന്റ്സും മീം പോയിന്റ്സ് ആയിക്കോട്ടെ ഗെയിമിംഗ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ ലെവൽ 1-8 ഉണ്ടാവുകയുള്ളൂ എത്ര ചെക്കിൻ ചെയ്താലും. അപ്പോൾ ആ ഒരു കാര്യം വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും ഇത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ
തന്നെ ഐ ഹാഡ് മോർ പോയിന്റ് ദാൻ മൈ ഫ്രണ്ട് ബട്ട് വി ഗോട്ട് ദ സെയിം ബ്ലം പോയിന്റ്സ് ഇല്ലെങ്കിൽ ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 3 ലാക്ക് ഉണ്ട്, എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് 10 ലാക്ക് ബ്ലം പോയിന്റ്സ് ഉണ്ട്, പക്ഷേ ആൾക്കൊക്കെ ഒരേപോലെയായിരുന്നു. അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ യൂസേഴ്സ് വെർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ടയേഴ്സ് ആൻഡ് എവറി വൺ ഇൻ ദ സെയിം ടയർ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലെവൽ ടയറിലാണ് നിങ്ങളെ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിലൊരു 10 ബ്ലം മണി ഇല്ലെങ്കിൽ ഒരു 30 ബ്ലം മണിയാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ യു ആൻഡ് യുവർ ഫ്രണ്ട് മേ ബി ഹാവ് ഡിഫറെൻറ്റ് പാത്ത് ബട്ട് ഇഫ് യു ഓവറോൾ കോൺട്രിബ്യൂട്ടിംഗ് ലാൻഡ് യു ദ സെയിം ടയർ ദ റിവാർഡ് വാസ് ഈക്വൽ. എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് അത്രയാണ് തരുള്ളൂ എന്ന് കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വൈ ഈസ് ദർ വെസ്റ്റിംഗ്, അപ്പോൾ എന്തുകൊണ്ടാണ് വെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ പറയുകയാണ്, ഇത് നമ്മൾ സാധാരണ തന്നെ പറയാം, ഞാനൊരു സാധാരണ ഒരു മീം കോയിൻ അല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ ബ്ലമ്മിനൊരു യൂട്ടിലിറ്റി ഇല്ലെങ്കിൽ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോയിനാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ എന്ത് ചെയ്തു വെസ്റ്റിംഗ് വെക്കും. അപ്പോൾ ഒരുപാട് കോയിൻ ബേൺ ആയിക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഒന്നും കൂടി പറയാം. ഇപ്പോൾ ഒരു ബേൺ വേർഡ് നിങ്ങൾ കേട്ടില്ലേ, അത് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞത് വളരെയധികം പൊട്ടൻഷ്യൽ, ഇത് എപ്പോഴും നമുക്ക് കിട്ടാവുന്നതുകൊണ്ട് ഉഡായിപ്പ് ആൻസർ തന്നെ ആയാലും അവർ പറയുള്ളൂ. ഐ പെയ്ഡ് മാസീവ് ട്രേഡിംഗ് ഫീ വൈ ആൾ വാസ് എയർ ഡ്രോപ്പ് സ്റ്റിൽ സ്മാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രേഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് അവർക്ക് എന്ത് കിട്ടിയിട്ടില്ല, ഒരുപാട് പോയിന്റ്സ് അല്ലെങ്കിൽ ടോക്കൺസ് കിട്ടിയിട്ടില്ല. അപ്പോൾ വി ഗെറ്റ് ദ ഫ്രസ്ട്രേഷൻ ബട്ട് ദ എയർ ഡ്രോപ്പ് നെവർ മീറ്റ് ടു റിബ്യൂസ് യുവർ ഫീസ്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ടോക്കൺ ഞങ്ങൾ ട്രേഡിംഗ് ബോർഡ് ചെയ്തിട്ടുള്ള ഫീസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വെച്ചിട്ടല്ല നിങ്ങൾക്ക് തരുന്നത്, ഞങ്ങളുടെ കമ്പനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ടേന്ന് വെച്ചിട്ട് ഞങ്ങൾ തരികയാണ് എന്നുള്ളൊരു കാര്യമാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈ ഡിഡ് യു ലോഞ്ച് ദ ടോക്കൺ ഇയർ, അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു വർഷമൊക്കെ എടുത്തിട്ട് ഒരു ടോക്കൺ ലോഞ്ച് ചെയ്തത്, അതൊന്നും നമ്മുടെ ക്വസ്റ്റ്യനേ അല്ല. അപ്പോൾ ഹാസ് ബ്ലം ആക്ച്വലി ഗിവൺ യൂസ് റിയൽ വാല്യൂ ഒക്കെ തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 7 മില്യൺ യൂസേഴ്സിന്, അതേപോലെ തന്നെ 7 മില്യൺ ആയ പോലെ ഡോളേഴ്സ്, ഡോക്സ്, സൂണ്, അതേപോലെ തന്നെ മീംഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഞങ്ങൾ തന്നിട്ടുണ്ട്. അതന്നെ ഒരു വലിയ കാര്യം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫൈനൽ തോട്ട് എന്താന്ന് പറഞ്ഞാൽ, താങ്ക്സ് ടു എവരി വൺ ഹൂ സ്റ്റക്ക് വിത്ത് us, the journey has not been easy, we have to make some tough calls but we keep building and now we are stronger than ever എന്ന് പറഞ്ഞിട്ട് അവർ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പോയാലും ചെറിയൊരു റിവാർഡ് അവനെ സപ്പോർട്ട് ചെയ്തതിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു കാര്യമുള്ളൂ, അല്ലാതെ നമുക്ക് ഇന്ന് 1 ലക്ഷങ്ങളോ ഇല്ലെങ്കിൽ 1000ങ്ങളോ ഒന്നും കിട്ടില്ല എന്ന് അവർ തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൺഫേം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബ്ലം ആപ്പിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ് എനിക്ക് വളരെയധികം എന്താണ് ഇറിറ്റേറ്റ് ആവുന്നത്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ബ്ലം ടോക്കൺസ് 10 എണ്ണം ക്ലെയിം ചെയ്താൽ നമ്മൾ എന്താണ് വിചാരിച്ചത്, ഈ ഒരു 30 ടോക്കൺ നമുക്ക് 150 ദിവസമായിട്ട് ക്ലെയിം ചെയ്തെടുക്കാം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു 150 ദിവസം നിങ്ങൾ എന്ത് ചെയ്താൽ ഇതിങ്ങനെ തന്നെ ഇത് എടുക്കാണ്ട് വെച്ചു എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇത് ക്ലെയിം ചെയ്യാതെ വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ 30 ടോക്കൺ കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഇവിടെ 10 ടോക്കൺ ഈ ഒരു TG ദിവസം തന്നെ ക്ലെയിം ചെയ്യുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 20 ടോക്കൺ നിങ്ങളുടെ ബേൺ ആയി പോവും, അത് യൂസ്ലെസ് ആയിട്ട് നമുക്ക് എന്താണ് കിട്ടാതെ പോവും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടെലിഗ്രാം പ്രൊജക്റ്റിലൊക്കെ നിങ്ങൾ ഫ്യൂച്ചറിലൊക്കെ ഇത് എടുത്ത് വെക്കണം, ഇതിന് വളരെയധികം വാല്യൂ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, വളരെയധികം വാല്യൂ ഒക്കെ കുറവായിരിക്കും. പക്ഷേ ബിഗ്ഗറ്റിൽ ഇതിൻ്റെ ഒരു മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 2 ബ്ലമ്മാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഒരു വാല്യൂ വരും. ഈ ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എല്ലാവർക്കും ഒരു $5 ഒക്കെ തന്നു എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണെന്ന് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ചെക്ക് മൈ ടോക്കണിൽ ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ 10 ടോക്കണാണ് കിടക്കുന്നത്. ഈ ഒരു 10 ടോക്കൺ ഞാൻ ക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 20 ടോക്കണും ഇവിടെ ബേൺ ആയി പോവും എന്നുള്ളൊരു കാര്യം. അപ്പോൾ മൊത്തം ടോക്കൺ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം, 150 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യേണ്ട. 10 ടോക്കൺ ആണെങ്കിൽ 10 ടോക്കൺ എടുത്തിട്ട് മിണ്ടാണ്ട് എന്തെങ്കിലും ചായ കുടിക്കാൻ മേടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചായ കുടിക്കാൻ മേടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞു, ജൂൺ 27-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു TG വരുന്നത്, ലിസ്റ്റ് വരുന്നില്ലെങ്കിൽ നമുക്ക് പൈസ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. വളരെയധികം വാല്യൂ കുറയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ബ്ലമ്മിൽ വലിയ പ്രതീക്ഷ വെക്കരുത്. അപ്പോൾ ഇതുവരെ ടെലിഗ്രാം ചാനൽ കയറാത്തവർക്ക് മസ്റ്റായി ടെലിഗ്രാം ചാനൽ കയറുക. ആ ഏഞ്ചൽ ഫണ്ട് ഇപ്പോഴും റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇന്നലെ വരെ ഒരാൾക്ക് 150 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.